വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ഇവിടെ ഒരു ലോങ് വീക്കെൻഡ് തുടങ്ങുവാണ്. അപ്പം ഒരു ചേഞ്ചിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഈ വീക്കെൻഡ് ഒരു കുട്ടി ട്രിപ്പ് പ്ലാൻ ചെയ്ത് ഇറങ്ങിയിരിക്കുകയാണ്. നമ്മളിപ്പം ഓൺ ദി വേ ആണ്. അപ്പം നമ്മളിപ്പോൾ എവിടേക്കാണ് പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ പോകുന്നത് ജർമ്മനി തന്നെയുള്ള ഒരു സ്ഥലത്താണ്. ആ സ്ഥലത്തിൻ്റെ പേര് കോൺസ്റ്റൻസ് എന്നാണ്. അവിടെ ഭയങ്കര വലിയ ഒത്തിരി വെൽ നോൺ ആയിട്ടുള്ള ലേക്ക് ഉണ്ട്, ലേക്ക് ഓഫ് കോൺസ്റ്റൻസ് എന്ന് പറയുന്നത്. ആ ജർമ്മനിയിൽ അറിയുന്നത് ബോഡൻസി എന്ന് പറയുന്ന സ്ഥലമാണ്. അപ്പം അങ്ങോട്ടേക്ക് നമ്മൾ പോകുന്നത്. അപ്പോൾ അവിടെ കുറേ ആക്ടിവിറ്റി അവിടെ മെയിൻലി ജർമ്മൻസ് എല്ലാവരും അവർക്ക് എന്തെങ്കിലും അവധി കിട്ടുന്ന സമയത്ത് അവർ മെയിനായിട്ട് പോകുന്ന ഒരു സ്ഥലമാണ് ബോഡൻസി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലേക്ക് ഓഫ് കോൺസ്റ്റൻസ് എന്ന സ്ഥലം. കുറേ നാളായിട്ട് ഞങ്ങൾ പോകണമെന്ന് പ്ലാൻ ചെയ്ത് വെച്ചിരുന്ന ഒരു സ്ഥലം കൂടെയാണ്. എന്നാൽ ഇപ്പോൾ സമയം കിട്ടിയപ്പോൾ എന്നാൽ ഒന്നും മാറ്റി വെക്കണ്ടെന്ന് കരുതി എന്നാൽ ഇപ്പം തന്നെ പോയേക്കാന്ന് കരുതി ഇറങ്ങിയേക്കാണ്. അപ്പം അവിടെ ചെന്നിട്ട് അവിടെ കുറച്ച് എക്സ്പ്ലോർ ചെയ്യാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം വീഡിയോയിൽ ഞങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. ബൈ. അങ്ങനെ നമ്മുടെ തമിഴ്നാട്ടിലുള്ള സേലം ഞങ്ങൾ ജർമ്മനിയിൽ കണ്ടെത്തിയിരിക്കുകയാണ്. നമ്മൾ ആദ്യം ട്രെയിൻ വന്ന് ഇറങ്ങിയത് തന്നെ ഈ കാണുന്ന കാഴ്ചകളിലോട്ടാണ്. എത്ര ഭംഗിയുണ്ട് കാണാനല്ലേ. വീഡിയോയിൽ കാണുന്നതിലും ഒരുപാട് നല്ലതായിരുന്നു നേരിട്ട് നമ്മളിത് കാണുമ്പോൾ. ഏകദേശം ഈ കോൺസ്റ്റൻസ് മുഴുവൻ കറങ്ങി നടന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത് ഇത് മൊത്തം ഇങ്ങനെ സീയും ഈ ഒരു ബ്ലൂ കളറും ഗ്രീനറിയും ഒക്കെ ആയിട്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു അടിപൊളി പ്ലേസ് ആണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, മറ്റുള്ള സ്ഥലങ്ങളെക്കാളും വേറിട്ട് നിൽക്കുന്ന എന്തോ ഒരു ഭംഗി ഈ സ്ഥലത്തിനുണ്ട്. അങ്ങനെ നമ്മൾ കോൺസ്റ്റൻസിൽ എത്തിയിരിക്കുകയാണ്. ഇനി ഇവിടെ നിന്ന് നേരെ ഹോട്ടലിലോട്ട് പോവാം. ഇവിടെ അടുത്ത് തന്നെയുള്ളൊരു ഹോട്ടലാണ് നമ്മൾ ബുക്ക് ചെയ്തേക്കുന്നത്. ഞങ്ങൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുക. നമ്മൾ പോകുന്ന വഴിയിലൊക്കെ തന്നെ നല്ല തിരക്കാ, ഒരുപാട് ഭയങ്കര തിരക്കാണ് ഇവിടെ. സ്ട്രീറ്റ് നിറച്ച് ആൾക്കാരാണ്. അപ്പോൾ ഇനി അവിടെ ചെന്നിട്ട് റെഡി ആയി കഴിഞ്ഞ് ബാക്കി വിശേഷങ്ങളിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ ഇവിടെ കോൺസ്റ്റൻസി വന്നിട്ട് നമ്മൾ എടുത്ത ഹോട്ടലിലാണ് ഇപ്പം നമ്മളുള്ളത്. നമ്മൾ നമ്മുടെ റൂമിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. നമ്മളെടുത്ത ഹോട്ടലിൽ നമ്മൾ കാണാനായിട്ട് ലിസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്ന മിക്ക അട്രാക്ഷൻ്റെയും ഏകദേശം സെൻറ്ററിലായിട്ടായിരുന്നേ. അതുകൊണ്ട് തന്നെ നമുക്കത് ഭയങ്കര ഹെൽപ്ഫുള്ളും ആയിരുന്നു. ഹലോ. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ റൂം. നമ്മളിവിടെ വന്നിട്ട് അത്യാവശ്യം എല്ലാം കുറച്ച് അലമ്പാക്കിയിട്ടുണ്ട്. അതൊഴിച്ച് കഴിഞ്ഞാൽ എല്ലാം ഭയങ്കര നീറ്റും ക്ലീനും ഒക്കെ ആയിരുന്നു. നമ്മളപ്പോൾ വന്നിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രഷായി ഇനി പയ്യെ പുറത്തോട്ടൊക്കെ ഇറങ്ങാനായിട്ട് പോകണം. അവിടെ രണ്ട് സൈഡിലും വിൻഡോയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം സ്പേഷ്യസ് ആണ് ഈ റൂം. ഇപ്പം പിന്നെ ഈ കാണുന്നതാണ് നമ്മുടെ ബാത്റൂം. മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോൾ ഇവിടെ എത്തിയപ്പോൾ തന്നെ ഏകദേശം ഉച്ച സമയമായിരുന്നേ. അതുകൊണ്ട് തന്നെ ആദ്യം നമ്മൾ പോകുന്നത് എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു അടിപൊളി ടൂറിസ്റ്റ് സ്പോട്ട് ആയതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ റെസ്റ്റോറൻറ്റ്സും ചുറ്റും ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ റെസ്റ്റോറൻറ്റ്സ് തപ്പിയൊന്നും നമ്മൾ ഒരിക്കലും കഷ്ടപ്പെടത്തില്ല. ലൈഫിൽ ഏറ്റവും മടുപ്പുള്ളൊരു കാത്തിരിപ്പാണല്ലേ ഈ ഫുഡിന് വേണ്ടിയുള്ള കാത്തിരിപ്പ്. അങ്ങനെ തോന്നിപ്പോയൊരു നിമിഷമായിരുന്നു അത്. എന്തായാലും കാത്തിരുന്നല്ല പറ്റും. അങ്ങനെ കാത്തിരുന്നിട്ടൊടുവിൽ നല്ല ഫുഡ് കിട്ടിക്കഴിഞ്ഞാൽ ആ കാത്തിരിപ്പിനൊരു സുഖമുണ്ട്. ഫുഡ് കഴിക്കാനായിട്ട് വന്നതാണ്. ഇവിടെ ഔട്ട് സൈഡിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഞാൻ ഓർഡർ ചെയ്തത് ഒരു ചിക്കൻ്റെ എന്തോ ഒരു സംഭവം, പേര് മറന്നുപോയി. ഇത് അതേപോലെ എന്തോ ഒരു സംഭവം, എന്തൊക്കെയോ ഗ്രിൽ ചെയ്ത കുറേ സാധനങ്ങൾ, മിക്സ്ഡ് ഗ്രിൽ. അതെ. അപ്പോൾ എന്തായാലും കണ്ടിട്ട് നല്ല ലുക്കുണ്ട്, കഴിക്കാൻ നല്ല വിശപ്പുണ്ട്. അപ്പോൾ ഞങ്ങൾ കഴിച്ചിട്ട് ബാക്കി കാഴ്ചകളിലേക്ക് പോകാം. മനസ്സും വയറും ഒക്കെ നിറഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ നേരെ എത്തിയത് ഇങ്ങോട്ടായിരുന്നേ. കോൺസ്റ്റൻസിൻ്റെ മൊത്തം ഭംഗി നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്പോട്ടായിരുന്നു ഇത്. കുറേ അട്രാക്ഷൻസും കുറേ ആക്ടിവിറ്റീസും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സെൻട്രൽ ഏരിയ.
നമ്മൾ വന്ന ദിവസം എന്തായാലും നല്ല വെതറുമായിരുന്നു, ചെറിയൊരു തണുപ്പും അതേപോലെ നല്ല സണ്ണും ഉള്ളൊരു ദിവസം. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എത്തിയേക്കാണ്. സ്റ്റാച്യു ഓഫ് ഇമ്പീരിയ, അതാണ് നമ്മുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ. അപ്പോൾ അത് ഞങ്ങൾ നിങ്ങളെ കാണിച്ചു തരാം അതെങ്ങനെ ഇരിക്കുന്നു എന്ന്. ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്, ചുറ്റും നിറച്ച ആൾക്കാരും, ചുറ്റും കടലാണ്. അത് കാണിക്കാം ഒരു മിനിറ്റ്. ആ കാണുന്നതാണ് സ്റ്റാച്ചു. ആ പുള്ളിക്കാരത്തിയുടെ അപ്പുറം ഇപ്പുറം ഒരു കയ്യിൽ രണ്ട് മാർപ്പാപ്പ ഏതാണ്ട്. അപ്പോൾ അത് ഭയങ്കര കോൺട്രവേഴ്സി ആയിട്ട് ഉണ്ടായിരുന്നു അന്ന് സ്റ്റാച്ചു ഉണ്ടാക്കിയ സമയത്ത്. അതെ, ഭയങ്കര കോൺട്രവേഴ്സി ഒക്കെ ഉണ്ടാക്കിയ ഒരു സ്റ്റാച്ചു ആണ് അത്. നമ്മളിത് ദൂരെ നിന്ന് ഷൂട്ട് ചെയ്തോണ്ടാവും കേട്ടോ കുറച്ച് ചെറുതായിട്ട് തോന്നുന്നത്. ശരിക്കും ഒരു വലിയ സ്റ്റാച്ചു തന്നെയാണ് ഇത്. അതിങ്ങനെ ഫുൾ ടൈം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയാണ്. ഇവിടെ വരുന്നവരെല്ലാം മിസ്സാക്കാതെ കാണുന്നൊരു കാര്യമാണ് ഇത്. സ്റ്റാച്ചുവിൻ്റെ പുറകിൽ ഒരു വലിയ ഹിസ്റ്ററി ഉണ്ടെന്നാണ് കേട്ടോ പറയുന്നത്. ഞാൻ ജസ്റ്റ് അതൊക്കെ ഗൂഗിൾ ചെയ്തൊന്ന് നോക്കിയായിരുന്നേ. പിന്നെ ഹിസ്റ്ററി ഒന്നും പറഞ്ഞ് ഇവിടെ ബോറടിപ്പിക്കുന്നില്ല, അതുകൊണ്ട് ജസ്റ്റ് ഇതാണ് സ്റ്റാച്യു ഓഫ് ഇമ്പീരിയ. സ്റ്റാച്ചു ഇങ്ങനെ കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. കാരണം ഇപ്പം ഞാൻ സ്റ്റേബിളായിട്ട് നിൽക്കുക, അപ്പം മനസ്സിലാവും. ഭയങ്കര മൈന്യൂട്ടായിട്ട് അത് കറങ്ങുന്നുണ്ട്. കാരണം ഇപ്പം അത് നേരെയായി റൈറ്റ് സൈഡ് ഫേസ് ചെയ്യുന്ന പോലെ. ഇനി അതിൻ്റെ അടുത്ത് പോയിട്ട് ബാക്കി വിശേഷങ്ങൾ. ഇവിടൊക്കെ മിക്കവാറും ഉള്ള ബ്രിഡ്ജുകളിലെല്ലാം കാണുന്ന ഒരു സ്ഥിരം കാഴ്ചയാണ് ഈ ലോക്കുകൾ. നിറച്ച് ലോക്കുകൾ കെട്ടിയ ബ്രിഡ്ജുകളാണ് ഇവിടെ മിക്കവാറും ഉള്ളിടത്തെല്ലാം തന്നെ നമുക്ക് കാണുന്നത്. ഇതിനിവിടെ പറയുന്നത് ലവ് ലോക്ക് എന്നാണ്. ഇഷ്ടപ്പെടുന്നവർ അവരുടെ പേരുകൾ ഇങ്ങനെ എൻഗ്രേവ് ചെയ്തിട്ടുള്ള ലോക്കുകൾ ഓരോ ബ്രിഡ്ജസിലും ഇങ്ങനെ കൊണ്ടിടും. പേര് കുത്താത്തതും കാണുവേ. എന്നിട്ടാൽ ഈ സീല് തന്നെ ഇടും. ബിലീഫിൻ്റെ പുറത്ത് അവർ ചെയ്യുന്നതാണ് കേട്ടോ. ആ ബന്ധം എന്നും സ്ട്രോങ് ആയിട്ടിരിക്കാനും അല്ലെങ്കിൽ സ്നേഹിക്കുന്നവരൊന്നിക്കാനും ഒക്കെ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. എന്തായാലും അങ്ങനെ ഉള്ള ബ്രിഡ്ജസൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയാണ്. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് നേരെ പോയത് കുറച്ച് സ്ട്രീറ്റ് വ്യൂസൊക്കെ കാണാൻ വേണ്ടിയിട്ടായിരുന്നേ. കോൺസ്റ്റൻസിലെ മെയിൻ അട്രാക്ഷൻ എന്തൊക്കെയാണെന്ന് നമ്മൾ ഗൂഗിളിൽ നോക്കിയപ്പോൾ കാണിച്ചൊരു ഐറ്റം ആയിരുന്നു ഇത്. ഇതെന്തോ ഒരു ഫൗണ്ടേഷൻ്റെ പേര് ഞാൻ മറന്നുപോയി കേട്ടോ. അത്യാവശ്യം കാണാൻ തരക്കേടൊന്നും ഇല്ലായിരുന്നെങ്കിലും ഒരു വലിയ അട്രാക്ഷൻ എന്ന് പറയാനും മാത്രം ഒന്നും തോന്നിയില്ല. എന്നാലും ഇത് കാണാനായിട്ട് തന്നെ ഇതിൻ്റെ മുന്നിൽ വന്ന് ഫോട്ടോ എടുക്കുന്നവരും കാണുന്നവരും ഒക്കെ തന്നെ ഒരുപാടായിരുന്നേ. നമ്മളിപ്പോൾ ഉള്ളത് ഇവിടുത്തെ ഒരു മുൻസ്റ്റർ ചർച്ചിൻ്റെ ഫ്രണ്ടിലാണ്. നമ്മളെടുത്ത ഹോട്ടലിന് അടുത്തായിട്ട് തന്നെ ഈ ചർച്ച ഉള്ളത്. ഇവിടെ വരുന്നവരെല്ലാം മിക്കവാറും വരുന്നൊരു സ്പോട്ടാണ് ഇവിടുത്തെ ഈ ചർച്ച്. ഈ പള്ളി അങ്ങനെ കുറച്ച് നല്ല രീതിയിൽ ആർക്കിടെക്ചർ ഇമ്പോർട്ടൻസ് ഉള്ളൊരു പള്ളിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്നവരെല്ലാം ഇവിടെ വന്ന് ഇത് എക്സ്പ്ലോർ ചെയ്യാറുണ്ട്. എത്രത്തോളം ഉണ്ട് എന്നൊക്കെ നമുക്ക് കയറി കാണാം. ഇനി നമ്മൾ ഇതിൻ്റെ അകത്ത് കയറിയിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുക്കാം. അപ്പം ലെറ്റ്സ് ഗോ. ശരിക്കും ഒരു വലിയ പള്ളി തന്നെയാണ് ഇത്. അത് ഈ വീഡിയോയിൽ കാണുമ്പം എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്നും അറിയില്ല കേട്ടോ. കോൺസ്റ്റൻസിലുള്ളതിൽ വെച്ച് ഒരുപാട് ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ചർച്ച് കൂടിയാണ് ഇത്. ഇവിടെ എൻട്രി ടിക്കറ്റ് ഒന്നും ആവശ്യമില്ലെങ്കിലും ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് അവേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല ബ്യൂട്ടിഫുള്ളി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ചർച്ചാണ് ഇത്. ആർക്കിടെക്ചറലി ഒന്നും പറയാൻ നമുക്ക് അറിയത്തില്ലെങ്കിലും ഒരുപാട് പേര് വന്ന് ഫോട്ടോ എടുക്കുന്നതും അവിടെ എഴുതി വെച്ചിരിക്കുന്നതൊക്കെ വായിച്ചു നോക്കുന്നതും ഒക്കെ കണ്ടായിരുന്നേ. ഈ ചർച്ചിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഇതിനൊരു അണ്ടർഗ്രൗണ്ട് സ്പേസ് കൂടിയുണ്ട്. അവിടെയും നമുക്ക് കയറി കാണാനൊക്കെ കഴിയും. പക്ഷേ അത് ഞങ്ങൾ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ലേ. അപ്പോൾ എന്തായാലും ആരെങ്കിലും ഇവിടെ വരുന്നുണ്ടെങ്കിൽ ആ സ്പേസും മറക്കാതെ പോയി വിസിറ്റ് ചെയ്യണേ.
ചുമ്മാതെ ഈ സ്ട്രീറ്റിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കാനായാലും ഒരു പ്രത്യേക രസം ഉണ്ടായിരുന്നു കേട്ടോ. അതേപോലെ തിരക്കും ചുറ്റും ഷോപ്സും, ഒരുപാട് ബ്രാൻഡഡ് ആയിട്ടുള്ള ഷോപ്സൊക്കെ ഇവിടെ ഉണ്ടായിരുന്നേ. ഒരുപാട് കഫേസും റെസ്റ്റോറൻറ്റ്സും ഒക്കെ ചുറ്റുമുണ്ട്. അങ്ങനെ നമ്മൾ നടന്ന് ഇന്നർ സിറ്റിയിൽ നിന്ന് മെയിൻ സിറ്റിയിലോട്ട് വന്നേ. ഇനി കുറച്ചു നേരം മെയിൻ സിറ്റിയൊക്കെ കാണാമെന്ന് വെച്ചു. നടന്ന് ഞങ്ങൾ എത്തിയത് സിയാൻഡയുടെ മുന്നിലോട്ടായിരുന്നേ. അപ്പം തന്നെ ഒരാൾക്കൊരു ജോഗർ വാങ്ങിക്കണമെന്നുള്ളൊരു ആഗ്രഹവും കൂടെ ആയി. അങ്ങനെ ഒട്ടും പ്ലാൻ ചെയ്യാതെ ഒരു കുട്ടി ഷോപ്പിങ്ങും ഇടയ്ക്ക് കയറി വന്നു. അങ്ങനെ ആ ഷോപ്പിംഗ് കൂടെ കഴിഞ്ഞപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഡേ ഏകദേശം കഴിയാറായി. ഇനി ഏറെ ടൈം ബാക്കി ഉണ്ടായിരുന്നെങ്കിലും ടിക്കറ്റ് എടുത്ത് കാണേണ്ട പല സ്ഥലങ്ങളും ഓൾറെഡി ക്ലോസ്ഡ് ആയിരുന്നു. അതുകൊണ്ട് ഫസ്റ്റ് ഡേ സത്യത്തിൽ ഞങ്ങൾക്ക് ഇത്രയൊക്കെ തന്നെ കാണാൻ പറ്റുള്ളായിരുന്നേ. സെക്കൻഡ് ഡേ ആയിരുന്നു ഞങ്ങളുടെ മെയിൻ ഡേ. ഞങ്ങൾ എന്തൊക്കെ കാണണമെന്ന് പ്ലാൻ ചെയ്ത് വന്നോ അതിൽ മെയിൻ കാര്യങ്ങൾ ഞങ്ങൾക്ക് കവർ ചെയ്യാൻ കഴിഞ്ഞത് ഞങ്ങളുടെ സെക്കൻഡ് ഡേയിലെ കോൺസ്റ്റൻസ് ട്രിപ്പിലൂടെ ആയിരുന്നു. മെയിൻ അട്രാക്ഷൻസ് ആയ മൈനോ ഐലൻഡും ഇവിടുത്തെ സീ ലൈഫും ഒക്കെ ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്തത് നെക്സ്റ്റ് ഡേ ആയിരുന്നേ. അതെന്തായാലും ഞങ്ങളൊരു സെപ്പറേറ്റ് വീഡിയോ ആക്കി ഇടാമെന്നാണ് വിചാരിക്കുന്നത്. ഇതിപ്പോൾ തന്നെ ലെന്തി ആണല്ലോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ബൈ.